അതാണ് ഞാൻ മുമ്പ് നടത്തിയൊരു പ്രയോഗം. ആ പ്രയോഗത്തിൽ ഉണ്ടായിരുന്നത് ഇയാള് നമ്മുടെ ക്ലിപ്പ കാര്യമായിട്ട് ഞാൻ അതിലേക്ക് വിഷയം വരുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ചില ആൾ നിങ്ങൾ മുമ്പ് ന്യായീകരിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഞാന് ന്യായീകരിച്ചില്ലെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിലൊന്നും ഇപ്പൊ പറയും. പിന്നെ ചെയ്തൊരു തെറ്റുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചെയ്ത് തെറ്റാന്ന് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചാല് നാറി അവനെ പേറി എന്നൊരു തെറ്റുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ മൂപ്പരുടെ പ്രസംഗം. ആ പ്രസംഗത്തിൽ മൂപ്പരിതിപ്പോ ഞാൻ ആരെ വിളിച്ചത് എന്ന് പറയണം, എന്നിട്ട് മൂപ്പര് പതുക്കെ ജബ്ബാർ പോലും മെത്തിട്ട് കിട്ടുകൊടുക്കുക, ജബ്ബാർ പോലും മെത്തേക്ക് ഇട്ട് കൊടുക്കുക. ജബ്ബാർ പോലും അല്ലേ നാറി എന്ന് പറഞ്ഞത് കണ്ടോ? അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും അല്ലട ഈ മൗലവി എന്ത് മൗലവിയാ, അത് പറയാൻ പാടില്ലല്ലോ. സത്യത്തിൽ ഞാനൊരാളെ നാറി എന്ന് പറഞ്ഞല്ല, ഒരു ആശയം. കാരണം ഇവരൊക്കെ എന്ന് വെച്ചാൽ നല്ല അത്രപൂശി അടക്കുന്ന ആൾക്കാരാ. ഇവര് കൊണ്ടുവന്ന ഈ ആശയം അത് നാറിയതാണ്, ഒരു സംശയമില്ല. ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ഒരു ആശയമാണിത്. ആ ആശയം കൊണ്ട് നടന്നത് കൊണ്ട് ആ അവസ്ഥയിൽ നിങ്ങളെ പേറി, അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്ത തെറ്റ് എന്നാണ് ശരി. അപ്പൊ മൂപ്പർ ഇപ്പോ അതിട്ടിട്ട് ജബ്ബാർ മൗലവിയാണോ അതോ അബ്ദുറഹ്മാൻ സലഫിയാണോ? അബ്ദുറഹ്മാൻ സലഫി ആണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ മൂപ്പർക്ക് ഈ രൂപത്തിലൊക്കെയാണ് മൂപ്പരുടെ സംസാരം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വാചക, നിങ്ങൾ ഇനി അത് കരഞ്ഞു നടക്കരുത്. ബഹുമാനായ സക്കരിയ മൗലവിയോട് പറയാനുള്ളത് ഇത് ഇസ്ലാഹാണ്. 2007 മാർച്ചിൽ കേട്ടോ, മടവൂരിസത്തിന് തലപണയം വെക്കാത്ത വല്ലവരും വികടിതരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഉണർന്നു ചിന്തിക്കുക. അബ്ദുസ്സലാം സുല്ലമിയുടെ അബദ്ധങ്ങളെ ചങ്കുതൊടാതെ വിഴുങ്ങുന്ന ഈ നിലപാട് ആർക്കും ഗുണം ചെയ്യില്ല. മാത്രമല്ല KNM-നോടുള്ള കുടിപ്പക മാത്രം കൈമുതലാക്കിയ തെറ്റുകൾ തിരുത്തി ശീലമില്ലാത്ത ഈ സുല്ലമിയെ ഗ്രൂപ്പിസത്തിന് വേണ്ടി ഇടവും വലവും നോക്കാതെ ന്യായീകരിച്ചാൽ ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രത്യേകിച്ചും തൗഹീദിൽ അപരിഹാര്യമായ സങ്കീർണതകൾ വലിച്ചിടാനും എതിരാളികൾക്ക് ആയുധം നൽകാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നാറിയവനെ പേറിയാൽ പേറിയവനും നാറുമെന്ന സത്യം മടവൂർ ഗ്രൂപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയെങ്കിലും ഓർക്കുന്നത് നന്ന്. കണ്ടോ ഇയാൾ എഴുതുക ഉസ്താദിനെ കുറിച്ച്. ആരുടെ ഉസ്താദിനെ കുറിച്ച്? ഈ പറയുന്ന സക്കരിയ മൗലവിയുടെ ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം എഴുതുകയാണ്, നാറിയവനെ പേറിയാൽ പേറിയവനും നാറും. ഉണ്ടോ? എന്റെ ഇദ്ദേഹം തന്നെ പറയണ്ട, ഈ നാറിയ ആദർശം കുറച്ചു നേരം അദ്ദേഹം കൊണ്ടു നടന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ വേറെ പ്രസംഗിക്കണുണ്ട്. ഞാൻ എന്റെ വിഷയം അതല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം. ഇപ്പൊ അതാണ് മൂപ്പര് കാര്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാന്യ സഹോദരങ്ങളെ, ഈ ആശയം ദുർഗന്ധം വമിക്കുന്ന ആശയമാണ്, സംശയമില്ല.